ശിവഭഗവാനെ, നിങ്ങൾ ലോകത്തിലെ ഏറ്റവും ശക്തമായ ഊർജമായിരിക്കുമ്പോഴും എങ്ങനെ ഇത്ര ശാന്തനായി ഇരിക്കാനാകുന്നു? വിനാശവും കരുണയും ഒരേ സമയം എങ്ങനെ ഒരാളിൽ നിലനിൽക്കുന്നു? ദേവി, ഇതുവരെ ഞാൻ ഇത് ആരോടും വിശദമായി പറഞ്ഞിട്ടില്ല. എന്നാൽ നീ ചോദിച്ചതിനാൽ ഇത് എങ്ങനെ സംഭവിക്കുന്നു എന്ന് ഞാൻ പറയാം. ശാന്തത ശക്തിയുടെ വിരുദ്ധമല്ല, അത് ശക്തിയുടെ ആഴമാണ്. ഇന്നത്തെ മനുഷ്യൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം പുറം ലോകമല്ല, തൻ്റെ തന്നെ മനസ്സിനോട് എങ്ങനെയിരിക്കണം എന്നറിയില്ല എന്നതാണ്. ഈ ചോദ്യം നിനക്ക് മാത്രമല്ല, എല്ലാ കാലത്തെയും മനുഷ്യർക്കുമുള്ളതാണ്. അതിൻ്റെ മറുപടിയാണ് വിജ്ഞാന ഭൈരവ. വിജ്ഞാന ഭൈരവ എന്നത് ഒരു കഥാഗ്രന്ഥമല്ല, ഇതൊരു മതഗ്രന്ഥവുമല്ല. ഇത് ആരംഭിക്കുന്നത് ഒരു ചോദ്യത്തിലൂടെയാണ്. ദേവിയുടെ ചോദ്യത്തിലൂടെ. ലോകം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നല്ല അവളുടെ സംശയം. ദൈവത്തെ എങ്ങനെ ആരാധിക്കാം എന്നതുമല്ല. അവളുടെ ചോദ്യം ഒരൊറ്റതാണ്: മനുഷ്യൻ തൻ്റെ തന്നെ മനസ്സിനെ എങ്ങനെ മനസ്സിലാക്കാം? ചിന്തകൾ വരുന്നു, പോകുന്നു, വികാരങ്ങൾ ഉയരുന്നു, താഴുന്നു. ഇതിനിടയിൽ മനുഷ്യൻ തൻ്റെ യഥാർത്ഥ സ്വഭാവം മറന്നു പോകുന്നു. ഈ മറവിക്കുള്ള വഴികളാണ് വിജ്ഞാന ഭൈരവ പറയുന്നത്. ഇവിടെ 112 മാർഗങ്ങൾ പറയുന്നുണ്ട്, 112 ധ്യാനരീതികൾ. പക്ഷേ ഇവയെല്ലാം കണ്ണടച്ചിരിപ്പോ, ശ്വാസം പിടിച്ചിരിപ്പോ മാത്രമല്ല. നീ നടക്കുമ്പോഴും, നീ കേൾക്കുമ്പോഴും, നീ ശ്വസിക്കുമ്പോഴും, നീ മൗനത്തിലിരിക്കുമ്പോഴും, അവിടെയെല്ലാം ബോധം എങ്ങനെ ഉണ്ടാകണം എന്നതാണ് ഇവ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഗ്രന്ഥം കാലാതീതമായത്. കാലം മാറിയാലും മനുഷ്യന്റെ മനസ്സ് വലിയ മാറ്റമില്ലാതെ തുടരുന്നു. ഇന്നത്തെ സ്ട്രെസ്, ആങ്സൈറ്റി, റെസ്റ്റ്ലെസ്നെസ് എല്ലാം പുതിയതല്ല. വാക്കുകൾ മാറി, അവസ്ഥ മാറിയില്ല. അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് വിജ്ഞാന ഭൈരവ പ്രസക്തമാകുന്നു. കാരണം ഇത് പ്രശ്നങ്ങളോട് പോരാടാൻ പറയുന്നില്ല, പ്രശ്നങ്ങൾ എങ്ങനെ കാണണം എന്ന് മാത്രമാണ് പഠിപ്പിക്കുന്നത്. ഇന്നത്തെ മനുഷ്യൻ എപ്പോഴും എന്തോ നേടാനുള്ള ശ്രമത്തിലാണ്. കൂടുതൽ കാര്യങ്ങൾ, കൂടുതൽ വിജയങ്ങൾ, കൂടുതൽ സുരക്ഷ. പക്ഷേ മനസ്സ് ഒരിക്കലും പൂർണ്ണമായി ശാന്തമാകുന്നില്ല. വിജ്ഞാൻ ഭൈരവ ഇതിനെ പ്രശ്നമായി കാണുന്നില്ല. ഇത് മനുഷ്യന്റെ പരാജയമല്ല, ഇത് മനസ്സിന്റെ സ്വഭാവമാണ്. മനസ്സ് എപ്പോഴും എന്തെങ്കിലും പിടിച്ചിരിക്കാൻ ശ്രമിക്കും. ഒരു ചിന്ത, ഒരു ഓർമ്മ, ഒരു ഭയം, ഒരു പ്രതീക്ഷ. ഇവയെല്ലാം ചേർന്നാണ് സ്ട്രെസ് ഉണ്ടാകുന്നത്. വിജ്ഞാൻ ഭൈരവ ഇതിനെ നിഷേധിക്കാൻ പറയുന്നില്ല, ചിന്തകൾ ഒഴിവാക്കാൻ ശ്രമിക്കാനും പറയുന്നില്ല. ഒരു ലളിതമായ കാര്യമാണ് പഠിപ്പിക്കുന്നത്. ചിന്ത വരുമ്പോൾ അതിനെ കാണുക, അത് പോകുമ്പോൾ അതിനൊപ്പം പോകാതിരിക്കുക. ഒരു പോരാട്ടവും ഇല്ല. ഇത് നിയന്ത്രണമല്ല, ഇത് അവബോധമാണ്. ഈ അവബോധം പതുക്കെ ശാന്തതയായി മാറുന്നു. അപ്പോൾ ജീവിതം മാറുന്നില്ല, നമ്മൾ ജീവിതത്തോട് നിൽക്കുന്ന വിധമാണ് മാറുന്നത്. ഇന്നത്തെ കാലത്ത് ഇതാണ് ഏറ്റവും ആവശ്യമുള്ള ജ്ഞാനം. അതുകൊണ്ടാണ് വിജ്ഞാൻ ഭൈരവ ഇന്നും ജീവിച്ചിരിക്കുന്നത് പോലെ അനുഭവപ്പെടുന്നത്. വിജ്ഞാൻ ഭൈരവ ഒരു വിശ്വാസ സംവിധാനമല്ല. ഇത് പിന്തുടരാൻ പ്രത്യേക ആചാരങ്ങളോ ജീവിതശൈലി മാറ്റങ്ങളോ ആവശ്യപ്പെടുന്നില്ല. ഇത് ഒരു ക്ഷണമാണ്. നീ ഇപ്പോൾ എവിടെയുണ്ടോ അതേ അവസ്ഥയിൽ നിന്നുകൊണ്ട് ബോധത്തിലേക്ക് നോക്കാനുള്ള ഒരു ക്ഷണം. ഇവിടെ നല്ല മനസ്സാകണം എന്നില്ല, ശാന്തനാകണം എന്നുമില്ല. നീ എങ്ങനെയുണ്ടോ അതിനെ കാണാൻ തയ്യാറാക്കുന്നതാണ് ആദ്യപടി. ഇത് ഒരു ധ്യാന രീതിയല്ല, 212 വഴികളാണ്. ചിലത് ശ്വാസത്തിലൂടെ, ചിലത് ശബ്ദത്തിലൂടെ, ചിലത് ചിന്തയുടെ ഇടവേളകളിലൂടെ. ഓരോ മനുഷ്യനും വ്യത്യസ്തനാണ്. അതുകൊണ്ടാണ് ഒരൊറ്റ വഴി അല്ലാതെ 112 വഴികൾ. അടുത്ത ഭാഗത്തിൽ ഈ വഴികളിൽ ആദ്യത്തേതിലേക്ക് നമുക്ക് നോക്കാം. വളരെ ലളിതമായ ഒരു അനുഭവം, പക്ഷേ ആഴമുള്ള മാറ്റമുണ്ടാക്കാൻ കഴിയുന്ന ഒരു വഴി. ഇത് പഠിക്കാനല്ല, അനുഭവിക്കാനാണ്. അടുത്ത ഭാഗത്തിൽ വീണ്ടും കാണാം.